പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനേ ഇന്ന് ഒരു സ്ഥലമെന്ന് കൂട്ടിയ കേരളത്തിലെ, അതായത് ഒരു നെൽവയൽ എന്ന് കൂട്ടുക നിങ്ങൾ. ഇത് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ഇതുപോലെ ഏക്കർ കണക്കിന് ഭൂമിയാണ് നമ്മുടെ, അതായത് തരിശായി കിടക്കുന്നത്. കൃഷിയോഗ്യമായ ഭൂമികൾ പോലും കൃഷി ചെയ്യുവാൻ ആളില്ല. അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടി പാട്ടത്തിൽ കൊടുക്കാനോ അത് ഒറ്റയ്ക്ക് കൊടുക്കാനോ അങ്ങനെയൊക്കെ പറയും നമ്മുടെ മലയാളികൾ തയ്യാറുമാണ്. ഇതനുസരിച്ച് നമ്മുടെ കേരളത്തിൽ നമ്മൾ പൊങ്ങച്ച പഠിക്കുന്ന നമ്മുടെ മലയാളികൾ പൊങ്ങച്ച പഠിക്കുന്ന തന്നെയായിട്ട് പറയേണ്ടി വരും. നമ്മുടെ കൃഷിരംഗവും അതുപോലെ തന്നെ ഈ അതായത് മറ്റുള്ള കാര്യങ്ങളെല്ലാം അവതാളത്തിലാക്കുകയാണ്. കാരണം മറ്റുള്ള സ്റ്റേറ്റിനെ ആശ്രയിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എന്തിനേറെ പറയുന്നു, ഒരു കാലത്ത് നമുക്കറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ മരച്ചീനി കൃഷി ചെയ്തിരുന്ന കേരളത്തിലായിരുന്നു. ഇന്നിപ്പോൾ തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ മരച്ചീനി കൃഷി. തെങ്ങ് ഏറ്റവും കൂടുതൽ കേരളത്തിലായിരുന്നു. കേരം തെങ്ങും കേരള നാടെന്നായിരുന്നു. അപ്പോൾ ആ കേരള നാട് ഇന്ന് തമിഴ്നാടായിപ്പോയി. അവരെ കുറ്റം പറയില്ല, അവർ അധ്വാനിക്കുന്നവർ കഷ്ടപ്പെടുന്നവരുമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അവർ പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഏലം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഹൈ റേഞ്ച് ഇടുക്കി ജില്ല, അതുപോലെ തന്നെ വയനാട് ജില്ലയിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതും പോയി. ഇന്നിപ്പം അതും തമിഴ്നാട്ടിലുണ്ടാകുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഏത്തവാഴ കൃഷി ഏറ്റവും കൂടുതൽ മലയാളിയുടെ ഏറ്റവും പ്രിയങ്കരായ വയനാടും ഹൈ റേഞ്ചും നമുക്ക് നാട്ടിൻപുറങ്ങളും ഇടവേളയായി ഏലക്കൃഷി ചെയ്തുകൊണ്ട് കണ്ടങ്ങളും നെൽവയലുകളിലും ഏലക്കൃഷി ചെയ്തുകൊണ്ടിരുന്നു. അതും പോയി. ഇപ്പം ഏത്തയ്ക്ക, ആ ഏത്തവാഴ കൃഷി ഇന്ന് തമിഴ്നാട്ടിലായിപ്പോയി. തമിഴ്നാട്ടിൽ നിന്ന് ഏത്തയ്ക്ക ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പോൾ എന്തിനേറെ പറയുന്നത്, നമ്മളൊരു മടിയന്മാരായി പോകുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തരിശായ ഭൂമിയെ മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുവാനോ അതുപോലെ പാട്ടത്തിന് കൊടുക്കുവാനോ നമ്മൾ മലയാളി തയ്യാറല്ല. നശിച്ചു പോയാലും നശിച്ച് കിടന്നാലും, അതായത് പന്നികളും മാന്യമൃഗങ്ങളും കയ്യേറിയാൽ പോലും വിട്ടുകൊടുക്കാത്ത ഒരു സംസ്ഥാനമായി നമ്മൾ മലയാളി മാറിയിരിക്കുന്നുണ്ട്. ഏക്കർ കണക്കിന് ഭൂമിയാണ് നമുക്കറിയാം എല്ലാ ജില്ലയിലും. എന്തിനേറെ പറയുന്നു, ഏക്കർ കണക്കിന് പോകും. പത്തനംതിട്ട, കോട്ടയം അങ്ങനെ പോകും, ആലപ്പുഴ ഇങ്ങനെ പോയി കഴിഞ്ഞ് ഏക്കർ കണക്കിന് ഭൂമിയാണ്. ഇത് ഒരു കൃഷിയും ചെയ്യാതെ ഉപയോഗിച്ചില്ലേ. സർക്കാർ സമഗ്രമായൊരു നിയമം കൊണ്ടുവന്നാൽ ഇത്തരം കൃഷിയിടങ്ങൾ യോഗ്യമാക്കുന്നതിന് വേണ്ടി സമഗ്രമായ നിയമം സർക്കാർ കൊണ്ടുവന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഇത് നമുക്ക് വേണ്ടിയാണ്, മലയാളിക്ക് വേണ്ടിയാണ്, നമ്മുടെ നാളെ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് മാത്രം കണക്ക് കൂട്ടുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഭാവിയിലേക്കുള്ള നമ്മുടെ തലമുറ മറ്റുള്ളവരുടെ അമിതമായിട്ടുള്ള വിഷം ചേർക്കുന്നത് നമ്മൾ ടി വിയിലും മാധ്യമങ്ങളിലെല്ലാം കണ്ടുള്ളൂ. അത് വീണ്ടും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് 5 സെൻറ്റും 10 സെൻറ്റും 25 സെൻറ്റും സ്ഥലമുള്ളവരായി മാറുകയാണ് നമ്മൾ മലയാളികൾ. അവർക്കൊരു 10 സെൻറ്റ് സ്ഥലം, ഒരു വീടും, ഒരു സുഖമായ ഒരു ലക്ഷങ്ങളും കോടികളും വില വരുന്ന ഒരു വീട്ടിൽ കിടന്ന്, അതായത് നമ്മൾ കിടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മണ്ണിനെ മറക്കുകയാണ്, കൃഷിയെ മറക്കുകയാണ്. ഇതനുസരിച്ച് നമ്മൾ രോഗങ്ങളും വിളിച്ചു വരുത്തുന്നു. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ എൻ്റെ ഉടനടി വാർത്തയുടെ എല്ലാ ചാനലുകളും 3 ചാനലുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലും ഉണ്ട്. അപ്പോൾ ആ യൂട്യൂബ് ചാനൽ നമുക്ക് ജനത്തിന് വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.